കൂട്ടുകാരെ, കഴിഞ്ഞ ഭാഗങ്ങളിലെ കുഞ്ഞു സത്യൻ്റെ ദിവ്യലീലകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ലീലകൾ കേൾക്കാം. സ്കൂളിലും അത്ഭുത ബാലനായിരുന്നു സത്യൻ. എന്തു ചോദിച്ചാലും സത്യൻ നൽകും. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായി. ചിലർക്ക് രസഗുള വേണം, ചിലർക്ക് വേണ്ടത് ലഡ്ഡു. മറ്റു ചിലർ ആ സമയം മൈസൂർ പാക്കിനോ കൽക്കണ്ടത്തിനോ ആഗ്രഹിക്കും. കൊച്ചു സത്യൻ കൈത്തലം 2-3 തവണ ചുഴറ്റുന്നത് കാണാം. അതോടെ കൈത്തലത്തിൽ വിചാരിക്കുന്നതൊക്കെ രൂപപ്പെടുകയായി. കൊച്ചു സത്യനെ അതൃപ്തിയോടെ കാണുന്ന സഹപാഠികളും ഉണ്ടായിരുന്നു. അസാധാരണമായ കഴിവുകളും വശ്യമായ പെരുമാറ്റവും സത്യനെ മുൻനിരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലരെങ്കിലും അസൂയാലുക്കളായി. അതിന് വേറെയും കാരണമുണ്ടായിരുന്നു. പഠിക്കാത്തവർക്കുള്ള ശിക്ഷ അന്ന് അടിയാണ്. അധ്യാപകൻ കൈവീശി വിദ്യാർത്ഥിയുടെ കവിളിൽ അടിക്കും. ചിലപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥിക്ക് ആ ജോലി കൊടുക്കും. അധ്യാപകൻ ചെയ്യുന്നത് പോലെ അയാൾ സഹപാഠികളെ തല്ലണം. ഒരിക്കൽ അതിന് തിരഞ്ഞെടുത്തത് സത്യന് വലിയ വിഷമമായി. അവന്റെ കവിളിലടിക്കൂ, അധ്യാപകൻ സത്യനോട് നിർദ്ദേശിച്ചു. സഹപാഠിയുടെ മൂക്കിൽ ഇടതു കൈകൊണ്ട് ബലമായി പിടിച്ച് വലതു കൈകൊണ്ട് ചെകിട്ടിലടിക്കണം. ഇതാണ് ശിക്ഷാരീതി. കൊച്ചു സത്യൻ സഹപാഠിയുടെ മൂക്കിൽ മൃദുവായി പിടിച്ചു. എന്നിട്ട് വലതു കരം കൊണ്ട് അതിലും മൃദുവായി അടിച്ചു. ശിക്ഷ നടത്തുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അധ്യാപകൻ സമീപമുണ്ട്. സത്യൻ അടിക്കുന്ന രീതി കണ്ട് അധ്യാപകന് കോപം അടക്കാനായില്ല. സത്യ, അധ്യാപകൻ കോപത്തോടെ വിളിച്ചു. നിന്നോട് അവരുടെ കവിളിൽ മഞ്ഞൾ പുരട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, മനസ്സിലായോ? ദാ ഇങ്ങനെ വേണം അടിക്കാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കോപത്തോടെ അധ്യാപകൻ സത്യന്റെ മൂക്കിൽ പിടിച്ചു. പിന്നീട് കവിളിൽ ശക്തമായി അടിച്ചു. സത്യൻ അതെല്ലാം നിശബ്ദം സഹിച്ചു. പള്ളിക്കൂടം വിട്ടുപോയപ്പോൾ മുതിർന്ന സഹപാഠികൾ സത്യനെ പിടികൂടി. തങ്ങളെ തല്ലിയതിന്റെ ദേഷ്യം തീർക്കാനായി ചിത്രാവതി തീരത്ത് വലിച്ചിഴച്ചു. സത്യൻ ഒന്നും പ്രതികരിച്ചില്ല, എല്ലാം സഹിച്ചു. മുഷിഞ്ഞ ഉടുപ്പുമായി എത്തിയ സത്യനോട് ഈശ്വരാമ്പ കാരണം തിരക്കി. താൻ ആക്രമിക്കപ്പെട്ട കാര്യം ബാലൻ ഒരിക്കലും പറഞ്ഞില്ല. ചിത്രാവതി തീരത്തു നിന്നും അഴുക്കു പറ്റിയതാ. ആ മറുപടിയിൽ എല്ലാം കുട്ടി ഒതുക്കി. കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ സത്യൻ കൂട്ടുകാരെ മാത്രമല്ല, തന്നെ ഉപദ്രവിച്ചവർക്ക് പോലും പ്രേമം മാത്രമാണ് തിരിച്ചു കൊടുത്തത്. ഇത് നമുക്കും ശീലിച്ചു തുടങ്ങാം. നന്നായി പെരുമാറുക, പ്രേമപൂർവം സംസാരിക്കുക എന്നത് നമ്മുടെ സ്വഭാവശീലമായി മാറട്ടെ. ഇനിയൊരു ചോദ്യം: ആർക്കൊക്കെ സിനിമ കാണുന്നത് ഇഷ്ടമാണ്? ശരി, നമ്മുടെ സത്യന് അത് ഇഷ്ടമായിരുന്നോ എന്ന് നോക്കിയാലോ? പുട്ടുപർത്തിക്കടുത്തുള്ള ബുക്കപട്ടണത്തിലും കൊത്തച്ചെരുവിലും വല്ലപ്പോഴും സിനിമ വരാറുണ്ട്. ടൂറിംഗ് സിനിമ എന്നാണ് ഇതിനെ പറയുക. ടൂറിംഗ് സിനിമ വന്നാൽ ഗ്രാമങ്ങളിൽ ആഹ്ലാദ തിമിർപ്പാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പണം സ്വരൂപിച്ച് ഗ്രാമീണർ അത് കാണാൻ പോകും. പക്ഷേ സിനിമാ പ്രദർശനം സത്യനിൽ ചെറിയൊരു ചലനം പോലും സൃഷ്ടിച്ചില്ല. മാത്രമല്ല, അതിൽ അതൃപ്തനുമായിരുന്നു. പെദ്ദ വെങ്കപ്പരാജു
സത്യന്റെ കളിക്കൂട്ടുകാരെ വിളിച്ചു പറയും, സത്യനെയും കൊണ്ടുപോയി സിനിമ കാണിക്ക്, നല്ല സിനിമയാ. കൊച്ചു സത്യൻ സിനിമ എന്ന് കേൾക്കുന്നത് തന്നെ അതൃപ്തി. കൊച്ചു സത്യനായി നമ്മുടെ ഭഗവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിച്ചത് സദാ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം. സിനിമ അതിൽ വരില്ലല്ലോ. അപ്പോൾ സത്യന് ഇഷ്ടമില്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെടാൻ ഒട്ടും വഴിയില്ല, അല്ലേ? സത്യന് 7 വയസ്സായ സമയം പുട്ടപർത്തി ഗ്രാമത്തെ കോളറയും പ്ലേഗും പിടിച്ചുലച്ചു. ഗ്രാമീണർ ഭയന്നു വിറച്ചു. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്നും പുറത്തിറക്കാതെയായി. സത്യനോട് പുറത്തു പോകരുതെന്ന് പിതാവ് പറഞ്ഞു. ചില കുട്ടികൾക്ക് സത്യനെ കാണാതിരിക്കാൻ വയ്യ. അവർ ഒളിച്ചോടി സത്യനരികിൽ ചെന്നു. 6-8 വയസ്സുള്ള 12 കുട്ടികൾ. അവർ ഭയന്നു വിറച്ച് ഭീകരമായ രോഗത്തെക്കുറിച്ച് വിവരിച്ചു. ഗ്രാമം മുഴുവനും വ്യാധിയിൽ ഒടുങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. സത്യൻ പറഞ്ഞു, നാം എന്തൊക്കെ മുൻകരുതലെടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ ശരീരം നശിക്കും, അത് ഉറപ്പാണ്. അതിനാൽ മരണത്തെ ഓർത്ത് ഭയക്കണ്ട. സദാ ഈശ്വരനെ സ്മരിക്കുക, രോഗം വരാതെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈശ്വരനെ സ്മരിക്കുക? നിഷ്കളങ്കരായ കുട്ടികൾ തിരക്കി. വൈകുന്നേരം 6 മണിക്ക് ദീപം കൊളുത്തി ഈശ്വര മഹിമ പാടുക, സത്യൻ ഉപദേശിച്ചു. പക്ഷേ ഈശ്വരൻ എന്നാൽ എന്തെന്നു പോലും അറിയാത്ത കുട്ടികൾ എങ്ങനെ ഈശ്വര മഹിമ കീർത്തിക്കും? സത്യൻ തന്നെ ഭജന ഉണ്ടാക്കി പാടി അവരെ പഠിപ്പിച്ചു. പാണ്ഡുരംഗന്റെ പാട്ടുപാടി ഗ്രാമത്തിന് പ്രദക്ഷിണം വയ്ക്കാൻ നേതൃത്വം നൽകി. അക്കാലത്ത് 5 മണി കഴിഞ്ഞാൽ സത്യഭാമ ക്ഷേത്രത്തിനപ്പുറം ആരും പോകില്ല. സന്ധ്യയായാൽ പിന്നെ ദുർദേവതകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം. സത്യൻ പകർന്ന ധൈര്യത്തിൽ അവർ 5 മണിക്ക് ശേഷം ഭജന പാടി പ്രദക്ഷിണം ചെയ്തു. അതോടെ ദുർദേവതാ ഭീതി അകന്നു. 3 നാൾ കൊണ്ട് ഗ്രാമം കോളറയുടെയും പ്ലേഗിന്റെയും പിടിയിൽ നിന്ന് മുക്തമാകുകയും ചെയ്തു. തിരുനാമത്തിന്റെ ശക്തി ബാല്യത്തിലെ സത്യൻ ഗ്രാമീണർക്ക് തെളിയിച്ചു കൊടുത്തു. ഈശ്വരനാമം എത്രയെത്ര മാറാവ്യാധികൾക്ക് ഔഷധമായിട്ടുണ്ട്. എപ്പോഴും എവിടെയും സംരക്ഷണം തരുന്ന ഭഗവത് നാമം നമുക്ക് സദാ ജപിച്ച് സത്യന്റെ പ്രിയ കൂട്ടുകാരായി ഇരിക്കാം. ജയ് സായിറാം.